LDC-LGSന്റെ മെയിൻസ് പരീക്ഷ കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഒരു തീരുമാനവും ഇതുവരെ കേരള PSCയിൽ നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളം മൊത്തമുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം ചേർന്ന് മാധ്യമങ്ങളിൽ, നമ്മുടെ ചാനലുകളിൽ ഇതിൻ്റെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ഈ വിഷയം ചാനലുകാർ ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് കൂടുതൽ ആൾക്കാരും റിയാക്ട് ചെയ്തിരിക്കുന്നത് ഈ PSCയുടെ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്താനുള്ള അമർഷമാണ്. LDC-LGS ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ പരീക്ഷ, അതിൻ്റെ കണക്ക് ഇങ്ങനെയാണ്. ഷഹീദ് MA പറയുന്നു, LDC നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇന്നേക്ക് 883 ദിവസങ്ങളായി. പ്രിലിമിനറി പരീക്ഷ നടന്നിട്ട് ഇന്നേക്ക് 386 ദിവസങ്ങൾ. LDC ഫൈനൽ നടന്നിട്ട് 113 ദിവസങ്ങളും. ഉടൻ തന്നെ LDC-LGS പരീക്ഷ PSC പ്രസിദ്ധപ്പെടുത്തണം എന്നാണ് പറയുന്നത്. PSCയുടെ ഒരു മെല്ലപ്പോക്ക് ഇതിനകത്തുണ്ടെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. എന്തായാലും PSC ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം കഴിഞ്ഞ 10-22-24 മാസക്കാലമായി കയ്യിൽ പണമില്ല, കോവിഡ് കാലം, അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, സ്വകാര്യ മേഖലകൾ പൂട്ടിക്കിടക്കുന്നു. അങ്ങനെ ജോലിക്ക് ശ്രമിക്കണമെന്ന് പറഞ്ഞാലും ഗൾഫ് നാടുകളിൽ നിന്ന് ആളുകൾ മടങ്ങിക്കൂടെ വരുന്ന ഒരു സമയത്ത് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ PSC ടെസ്റ്റ് എഴുതിയിരിക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രതീക്ഷ ഈ റാങ്ക് ലിസ്റ്റ് പുറത്തു വരും എന്നുള്ളതാണ്. ഇതിൻ്റെ പരീക്ഷാഫലം എത്രയും പെട്ടെന്ന് പ്രസിദ്ധപ്പെടുത്തണമെന്നാണ് 24-ന് അഭ്യർത്ഥിക്കാനുള്ളത് PSCയോട്. ഇന്ന് രാവിലെ അല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മുതൽ തന്നെ ഞങ്ങളുടെ ചാറ്റ് ബോക്സിലൊക്കെ ഏറ്റവും കൂടുതൽ വെച്ചാൽ മറ്റൊരാളും അഭിപ്രായം പറയാനുള്ള ഒരു ഇടമില്ലാത്ത വിധം സംഘടിതമായി വളരെ ഒന്നിച്ച് പറയുന്ന, ഒരേ ശബ്ദത്തിൽ പറയുന്ന അഭിപ്രായം, പരാതി ഉദ്യോഗാർത്ഥികളുടേതാണ്. PSCയുടെ ഭാഗത്തു നിന്ന് നീതി തേടി PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ആവർത്തിച്ചുള്ള ആവശ്യമാണ്. അതിൽ ഞാൻ മനസ്സിലാക്കുന്ന LDC-LGS പരീക്ഷാ ഫലങ്ങൾ വൈകുന്നതിൽ അത് നന്നാക്കാനെന്ന പേരിൽ വളരെ പെട്ടെന്ന് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി PSC നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ പാളുന്നതിൻ്റെ പേരിൽ ഉദ്യോഗാർത്ഥികളുടെ പരാതിയാണ്. LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് 803 ദിവസങ്ങൾ, പ്രിലിമിനറി പരീക്ഷ നടന്നിട്ട് 386 ദിവസങ്ങൾ, LDC ഫൈനൽ നടന്നിട്ട് 113 ദിവസങ്ങൾ. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ദയവായി PSC ഉദ്യോഗാർത്ഥികളെ കണ്ടില്ലെന്ന് നടിക്കരുത്. കഷ്ടപ്പെട്ട് പഠിച്ച് ലിസ്റ്റ് കാത്തിരിക്കുന്ന ഞങ്ങളെ കബളിപ്പിക്കുന്ന PSCയുടെ അനീതി പൊതുജനത്തിന് മുന്നിൽ എത്തിക്കുക. ഹെൽപ്പസ് മീഡിയ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഉറക്കമില്ലാതിരുന്ന് പഠിച്ചവർ, ഉണർന്നിരുന്ന് സ്വപ്നം കണ്ടവരുടെ പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പാണ്. കാണാതിരിക്കരുത്. അധികാരികളെ PSC ലിസ്റ്റുകൾ ഉടൻ പ്രസിദ്ധീകരിക്കുക. ഇങ്ങനെ വായിച്ചാൽ തീരാത്ത വിധം അപേക്ഷകളും കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. PSC പരീക്ഷ നടന്ന് 2.5 വർഷം കാത്തിരുന്നിട്ട് പോലും ഫലം പ്രസിദ്ധീകരിക്കാൻ വൈകുന്നത് മൂലമുള്ള അനീതിക്കെതിരെയാണ് ഉദ്യോഗാർത്ഥികളുടെ ആവർത്തിച്ചുള്ള ഇടവേള എടുക്കാമെന്ന്. തീർച്ചയായും PSC നിയമന നിരോധനവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം നമ്മുടെ കുറേ പ്രേക്ഷകർ പറയുന്നുണ്ട് കേട്ടോ. ഇതിനേശം നമ്മളത് അവഗണിക്കുന്നത് ശരിയല്ല തോന്നുന്നു. കേരള PSCയുടെ നിയമന നിരോധനം അവസാനിപ്പിക്കുക, ലിസ്റ്റ് നിലവിലില്ലാത്ത LDC-LGS തസ്തികകളുടെ ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കുക, മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക. സുനിൽ S, ആതിര, അങ്ങനെ കുറേ ആളുകൾ, കുറേ ഉദ്യോഗാർത്ഥികളായിരിക്കും കഷ്ടപ്പെട്ട് പഠിച്ച്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ ആ രീതിയിലുള്ള ക്യാമ്പയിനിങ് നടക്കാറുണ്ട്. നല്ല കാര്യമാണ്. അങ്ങനെയെങ്കിലും അധികൃതരിലേക്ക് എത്തുന്നുള്ള പ്രതീക്ഷയിലാണ് അവർ കഷ്ടപ്പെട്ട് പഠിച്ച് കാത്തിരിക്കുന്നവർ തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ വരാം മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ചെറുതായിട്ട് ഈ പരീക്ഷയെ സീരിയസ് ആയി കാണുന്ന ഈ മെറിറ്റോറിയസ് സെലക്ഷനിലെ അതിനെ അല്പമെങ്കിലും ഗൗരവത്തോടു കൂടി കാണുന്ന ഉദ്യോഗാർത്ഥികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനും ആ PSCയുടെ പരീക്ഷയോടുള്ള അവരെ നിലപാടുകൾ ശരിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരീക്ഷ നടത്തിയത്. ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വാർത്ത എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് നിങ്ങളൊന്ന് മാക്സിമം ശ്രമിക്കുക. കാരണം ഇത് നമ്മളുടെ, അല്ലെങ്കിൽ എൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരാളുടെ മാത്രം ആവശ്യമല്ല എന്നുള്ള കാര്യം നിങ്ങളത് മനസ്സിലാക്കുക. ഇത് കേരളത്തിലെ മൊത്തം PSC ഉദ്യോഗാർത്ഥികളുടെയും ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കെല്ലാം ഈ ഒരു വിഷയം എത്തിച്ചു കൊടുക്കുക. മാക്സിമം ഇനിയും ചാനലുകളിൽ ഇങ്ങനെയുള്ള കമൻറ്റുകൾ എത്തിക്കുക. മാക്സിമം ഈ കാര്യം PSC അറിയിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക്